കേരളത്തിന്റെ കൃഷിയും കുടിവെള്ളവും സമ്പദ്വ്യവസ്ഥയുമെല്ലാം നിർണ്ണയിക്കുന്നതിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിനുള്ള പങ്ക് സമാനതകളില്ലാത്തതാണ്. മുൻവർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലവർഷത്തിന്റെ വരവിനെ വളരെ ജാഗ്രതയോടെയും കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയുമാണ് സംസ്ഥാനം നോക്കിക്കാണുന്നത്. നിലവിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഞായറാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ പരക്കെ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരളത്തിൽ സാധാരണയായി ജൂൺ മാസത്തിന്റെ ആദ്യവാരത്തിലാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നോടിയായി മെയ് പകുതിയോടെ തന്നെ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ദൃശ്യമാകും. ഇതിനെയാണ് പ്രീ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ എന്ന് വിളിക്കുന്നത്. അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമാകുന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കാൻ കാരണം. കടലിൽ നിന്നുള്ള ഈ ഈർപ്പമേറിയ കാറ്റ് കരയിലേക്ക് വീശുമ്പോൾ കരയിലെ ചൂട് പിടിച്ച അന്തരീക്ഷവുമായി ചേർന്ന് പ്രാദേശികമായി വൻതോതിൽ കാർമേഘങ്ങൾ രൂപപ്പെടുന്നു. ഇത്തരം മേഘങ്ങളാണ് ഉച്ചതിരിഞ്ഞ് അതിശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് കാരണമാകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ 5 ദിവസത്തേക്കുള്ള ഔദ്യോഗിക മഴ സാധ്യത പ്രവചനമനുസരിച്ച് ജില്ലകളിൽ ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും പ്രാദേശികമായി പെട്ടെന്നുണ്ടാകുന്ന മേഘരൂപീകരണവും ശക്തമായ മഴയും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. ഒരു പ്രദേശത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴ പെയ്യുന്ന അവസ്ഥ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മലവെള്ളപ്പാച്ചിലിനും കാരണമാകും. മൺസൂണിന് തൊട്ടു മുമ്പുള്ള കാലയളവിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉച്ചതിരിഞ്ഞ് രൂപപ്പെടുന്ന കാർമേഘങ്ങൾ കനത്ത വൈദ്യുത ചാർജ് വഹിക്കുന്നവയാണ്. ഇവ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ വലിയ ജീവഹാനിയും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതമായി കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറണം. ശക്തമായ മിന്നലുള്ള സമയങ്ങളിൽ ജനങ്ങൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. മരങ്ങളിൽ മിന്നലടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മരത്തിന് കീഴെ നിൽക്കുന്നവരിലേക്ക് വേഗത്തിൽ പടരും. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നതും ഉപകരണങ്ങൾ നശിച്ചു പോകുന്നത് തടയും. TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയവ മിന്നലുള്ള സമയത്ത് പ്രവർത്തിപ്പിക്കരുത്. വീടിന്റെ ജനലുകളും വാതിലുകളും കൃത്യമായി അടച്ചിടുന്നത് അപകട സാധ്യത കുറയ്ക്കും. ജനലിനോട് ചേർന്ന് നിൽക്കുന്നതും ഒഴിവാക്കണം. ബൈക്ക്, സൈക്കിൾ തുടങ്ങിയ തുറസായ വാഹനങ്ങളിലുള്ള യാത്രകൾ ഇടിമിന്നൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. കാറ്, ബസ് തുടങ്ങിയ അടച്ച വാഹനങ്ങൾ സുരക്ഷിതമാണ്. മിന്നലുള്ള സമയത്ത് കുളിക്കുന്നത്, പാത്രം കഴുകുന്നത്, തുണി അലക്കുന്നത് എന്നിവ ഒഴിവാക്കുക. പൈപ്പുകളിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ കാണുന്നില്ലെങ്കിലും അന്തരീക്ഷം കാർമേഘങ്ങൾ കൊണ്ട് നിറയുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇടിമിന്നൽ കണ്ട് 30 സെക്കൻഡിനുള്ളിൽ ഇടിമുഴക്കം കേട്ടാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക. അവസാന ഇടിമുഴക്കത്തിനു ശേഷം 30 മിനിറ്റ് കഴിഞ്ഞേ പുറത്തിറങ്ങാവൂ. കേരളത്തിന്റെ മലയോര മേഖലകൾ കാലവർഷക്കാലത്ത് കനത്ത ഭീഷണിയിലാണ് ജീവിക്കുന്നത്. മുൻവർഷങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളും മണ്ണൊലിപ്പുകളും നമുക്ക് നൽകിയ പാഠങ്ങൾ ചെറുതല്ല. സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ്. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കനത്ത മഴയിൽ റോഡരികിലെ മണ്ണും പാറയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും മൂടൽമഞ്ഞ് കാരണം കാഴ്ച മറയുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഉണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക നിരീക്ഷണം പുലർത്തണം. മണ്ണിൽ വിള്ളലുകൾ കാണുകയോ മരങ്ങൾ അസ്വാഭാവികമായി ചരിയുകയോ പെട്ടെന്നുറവകൾ പൊട്ടുകയോ ചെയ്താൽ ഉടൻ തന്നെ അധികൃതരെ വിവരമറിയിക്കണം. പ്രാദേശിക അധികൃതരോ വില്ലേജ് ഓഫീസർമാരോ നിർദ്ദേശിച്ചാൽ താമസം താൽക്കാലിക ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറ്റാൻ മടിക്കരുത്. ജീവനാണ് ഏറ്റവും പ്രധാനം. മലയോരങ്ങളിലെ പുഴകളിലും തോടുകളിലും പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴയുള്ളപ്പോൾ പുഴകളിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത്. കാലവർഷത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് തീരദേശവാസികൾ. ശക്തമായ പടിഞ്ഞാറൻ കാറ്റും ന്യൂനമർദ്ദങ്ങളും കടലിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്നു. വരും ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതോടെ തീരദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട്. വൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്നത് വീടുകൾ തകരുന്നതിനും കൃഷിനാശത്തിനും കാരണമാകും. കടൽ തീരങ്ങളിൽ താമസിക്കുന്നവരും കച്ചവടം നടത്തുന്നവരും
അതീവ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടങ്ങളിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് പ്രാദേശിക അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കൃത്യമായി പരിശോധിക്കണം. കാലാവസ്ഥാ വകുപ്പോ ഫിഷറീസ് വകുപ്പോ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയാൽ അത് കർശനമായി പാലിക്കണം. കടലിൽ പോകുന്ന വള്ളങ്ങളിൽ ലൈഫ് ജാക്കറ്റുകൾ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഹാർബറുകളിലും തീരങ്ങളിലും കെട്ടിയിരിക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും സുരക്ഷിതമായി കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇവ പരസ്പരം ഇടിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കണം. കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പൂർത്തിയായി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓടകളും തോടുകളും വൃത്തിയാക്കുന്ന പ്രീ മൺസൂൺ ക്ലീനിംഗ് ജോലികൾ അവസാന ഘട്ടത്തിലാണ്. നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്നു. അപകടാവസ്ഥയിലുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നീ വകുപ്പുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും ഇവിടെ ബന്ധപ്പെടാം. ആവശ്യമെങ്കിൽ ജനങ്ങളെ പാർപ്പിക്കാൻ അനുയോജ്യമായ കെട്ടിടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവിടെ കുടിവെള്ളവും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ട്. മഴക്കാലം എത്തുന്നതോടെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ഡ്രൈ ഡേ ആചരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കി കഴിഞ്ഞു. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മഴക്കാലം സുരക്ഷിതമാക്കാൻ സർക്കാരിന്റെ ശ്രമങ്ങൾക്കൊപ്പം പൊതുജനങ്ങളുടെ പങ്കാളിത്തവും അത്യാവശ്യമാണ്. വ്യക്തിപരമായ തലത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയ വീഴ്ചകൾ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണോ ചില്ലകൾ ഒടിഞ്ഞോ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴാൻ സാധ്യതയുണ്ട്. ഇത്തരം ലൈനുകളിൽ തൊടാനോ അതിനരികിലൂടെ നടക്കാനോ പാടില്ല. KCB അധികൃതരെ ഉടൻ വിവരമറിയിക്കുക. വീട്ടുപറമ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. ചിരട്ടകൾ, ടയറുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരാൻ അനുവദിക്കരുത്. മഴക്കാലത്ത് കിണറുകളിൽ വെള്ളം മലിനമാകാൻ സാധ്യത കൂടുതലാണ്. കിണറുകളിൽ ക്ലോറിനേഷൻ നടത്താൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവൂ. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുഖ്യമന്ത്രിയുടെയും ഔദ്യോഗിക പേജുകളിൽ വരുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക. പ്രകൃതിയുടെ അനുഗ്രഹമായ കാലവർഷം ചിലപ്പോഴൊക്കെ വലിയ ദുരന്തങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും നമുക്ക് അപകടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും. വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് സുരക്ഷിതമായിരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. പ്രാദേശികമായ കൂട്ടായ്മകളും സന്നദ്ധ സംഘടനകളും സർക്കാരിനൊപ്പം കൈകോർക്കുന്നതിലൂടെ ഈ കാലവർഷത്തെയും നമുക്ക് സുരക്ഷിതമായി മറികടക്കാൻ കഴിയും.